അന്ന ഭാഗം 10. അസ്ത്രം കണക്കെ തൊടുത്തുവിട്ട അന്നയുടെ വാക്കുകൾ ആ ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിച്ചു. അലീനയുടെ മുഖം അവളോടുള്ള പകയാൽ എരിഞ്ഞു നീറുകയായിരുന്നു. ഹേമയും പ്രിയയും പുറത്തേക്ക് പോയ അന്നയെ ലക്ഷ്യമാക്കി ക്ലാസ്സിലേക്ക് പോയിരുന്നു. പക്ഷെ ആരുടെയും സഹതാപത്തിനോ കുത്തുവാക്കുകൾക്കോ ഇടം നൽകാതെ അന്ന തിരികെ ഓർഫനേജിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അന്നയിൽ നിന്ന് മലയടിച്ച വാക്കുകളിൽ നിന്ന് അവിടെ നടന്ന കാര്യങ്ങൾ ഫെലിക്സിന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളുടെ കൂടെ നിൽക്കാൻ മറ്റൊരു നിരപരാധിയായ പെൺകുട്ടിയെ തൻ്റെ നിയന്ത്രിക്കാനാകാത്ത കോപം കൊണ്ട് വേദനിപ്പിക്കേണ്ടി വന്നതിൽ അവന് നേരിയ കുറ്റബോധം അനുഭവപ്പെട്ടു. കോപത്താൽ ജ്വലിച്ചു നിന്ന അന്നയുടെ കണ്ണുകളും തൻ്റെ കൈവിരൽ പതിഞ്ഞ അവളുടെ ചുവന്ന കവിളുകളും അവൻ്റെ മനസ്സിൽ എന്തെന്നറിയാത്തൊരു വികാരത്തിന് ആരംഭം കുറിച്ചു. ആദ്യമായി അവളെ കാണാനിടയായ സാഹചര്യം അവൻ ഒരു നിമിഷം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. തൻ്റെ മുന്നിൽ പേടിച്ചു വിറച്ച് കലങ്ങിയ കണ്ണുകളുമായി നിന്ന ആ പാവം നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു. ചെയ്തത് തെറ്റായിപ്പോയി എന്ന ചിന്ത അവൻ്റെ മനസ്സിനെ ചെറുതായൊന്ന് പിടിച്ചു കുലുക്കി. ഫെലിക്സ് തൊട്ടരികിലായി നിന്ന അലീനയെയും അവളുടെ കൂട്ടുകാരികളെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് ക്യാൻറ്റീനിന് പുറത്തേക്ക് നടന്നു. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ അലീനയിൽ നേരിയ ഒരു ഭാവമാറ്റമുണ്ടാക്കി. ഇനി അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. കുറച്ച് മുൻകോപവും എടുത്തുചാട്ടവും ഒഴിച്ചാൽ തെറ്റും ശരിയും അളന്ന് തിട്ടപ്പെടുത്താൻ അവൻ സമർത്ഥനായിരുന്നു. ക്യാൻറ്റീനിൽ നിന്ന് പുറത്തേക്ക് വന്ന ഫെലിക്സ് അങ്ങ് ദൂരെ കോളേജ് ഗേറ്റിന് പുറത്തേക്ക് വേഗത്തിൽ നടന്നെടുക്കുന്ന അന്നയെ നോക്കി. അവൾ അകന്നു പോകുന്നതുവരെ നിന്നു. ക്ലാസ്സിലേക്ക് അന്നയെ തിരഞ്ഞു വന്ന പ്രിയക്കും ഹേമയ്ക്കും അവളെ കണ്ടെത്താനായില്ല. തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അന്നയുടെ നമ്പർ കൈവശമില്ല എന്നവൾ ഓർത്തത്. അവൾ പ്രിയയോട് തിരക്കിയപ്പോഴും നിരാശയായിരുന്നു മറുപടി. അതെങ്ങനെ? അന്നയുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ പോലും ഇല്ല. അതവർക്കറിയില്ലായിരുന്നു. ഓർഫനേജിലേക്ക് പോകുവാനുള്ള പടവുകൾ കയറുമ്പോഴും അന്നയുടെ മനസ്സിൽ പെയ്തിറങ്ങിയ പേമാരി തോർന്നിരുന്നില്ല. തൻ്റെ മുഖത്തെ കാഞ്ഞടിക്കുന്ന ഫെലിക്സിൻ്റെ രോക്ഷം നിറഞ്ഞ മുഖം അവളിൽ വീണ്ടും അസ്വസ്ഥത ഉളവാക്കി. അവൾ സ്വയം അവളുടെ മനസ്സിനെ ശക്തമാക്കാൻ ശ്രമിച്ചു. തൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഇത്തരം സന്ദർഭങ്ങളൊക്കെ ധൈര്യപൂർവ്വം മറികടന്നേ മതിയാകൂ. പാതി വഴിയിൽ തളർന്നു പോകില്ല, അവൾ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു. അടുത്ത ദിവസം പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് നടക്കുമ്പോഴും അന്നയുടെ മനസ്സിൽ ആശങ്കകളേറെയായിരുന്നു. പ്രിൻസിപ്പല് രാമേശ്വര അയ്യർ സാറാണ്. 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ആ മുഖത്ത് എപ്പോഴും ഗൗരവം നിറഞ്ഞൊരു ഭാവമാണ്. അയ്യർ സാറ് പുറമേ ചൂടനും കർക്കശക്കാരനുമൊക്കെയാണ്. എന്നാൽ തന്നെ വാത്സല്യവും കരുണയും നിറഞ്ഞ മനസ്സാണ് അദ്ദേഹത്തിന്. വിദ്യാർത്ഥികളെ വരച്ച വരയിൽ നിർത്താൻ ഒരു പ്രത്യേക കഴിവാണ് ആൾക്ക്. ഇന്നലെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ വിളിക്കുന്നതെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. അവൾ തൻ്റെ ചുവടുകളുടെ വേഗത കൂട്ടി. വാതിൽ തുറന്ന് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കയറിയപ്പോൾ അവൾ കണ്ട കാഴ്ച ആ സംശയത്തെ ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു. ഫെലിക്സും അലീനയും അവിടെ ഒരു വശത്തായി നിൽക്കുന്നു. അലീന പകയും പുച്ഛവും കലർന്ന മുഖത്തോടെ അവളെ നോക്കി. അന്നയെ കണ്ടപ്പോൾ ഫെലിക്സിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പക്ഷെ അവൻ്റെ ആ നീല കണ്ണുകൾക്ക് മറ്റൊരു ഭാവമായിരുന്നു. അന്നയുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി ഉടക്കി. അവൾ ഉടനെ നോട്ടം പിൻവലിച്ച് പ്രിൻസിപ്പലിൻ്റെ നേർക്ക് എന്തിനാണ് വിളിപ്പിച്ചതെന്നറിയാത്ത ഭാവത്തിൽ നോക്കി. അവളിലെ ആ ഭാവമാറ്റം ഫെലിക്സിലും അലീനയിലും അത്ഭുതമുണ്ടാക്കി. ഇപ്പോൾ നിങ്ങളെ 3 ആളെയും വിളിപ്പിച്ചതിൻ്റെ കാര്യം പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ, അയ്യർ സാറ് പറഞ്ഞു തുടങ്ങി. ഇന്നലെ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വെച്ച് നടന്ന സംഭവങ്ങളില്ലേ, അതിവിടെയുള്ള ചില അധ്യാപകരൊക്കെ കണ്ടിരുന്നു. അവരിതിൻ്റെ ദൃക്സാക്ഷികളാണ്. അവർ വന്നിവിടെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. സാർ, ഞങ്ങൾ അതിനൊന്നും ചെയ്തില്ല. ഇവളാണ് എന്നെ. അലീന അയ്യർ സാറിൻ്റെ വാക്കുകൾക്കിടയിലേക്ക് കയറി. അവൾ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അയാൾ അവളെ രൂക്ഷമായ ഒരു നോട്ടം നോക്കിക്കൊണ്ട് വീണ്ടും തുടർന്നു. നോക്കൂ അലീന, ഇന്നലെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ തെളിവ് സഹിതം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ പറ്റിയുള്ള ആദ്യത്തെ പ്രശ്നമല്ല. ഇതുപോലെ മറ്റു പല പ്രശ്നങ്ങളുമായിട്ട് പലതവണ ഇവിടെ വന്നു.
പ്രിൻസിപ്പലിൻ്റെ ചൂടുള്ള വാക്കുകൾക്ക് മുൻപിൽ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഫെലിക്സേ, തല കുനിച്ചു നിൽക്കുന്ന അവനെ നോക്കി പ്രിൻസിപ്പൽ ദേഷ്യത്തോടെ വിളിച്ചു. ചെറിയ ഞെട്ടലോടെ അന്നയും അലീനയും അവൻ്റെ മുഖത്തേക്ക് നോക്കി. യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഫെലിക്സ് തലയുയർത്തി. ഒരു പെൺകുട്ടിയെ തല്ലാൻ മാത്രം നിനക്ക് ആരാ അധികാരം തന്നത്? അതോ ഈ കുട്ടി ഭാര്യയോ കാമുകിയോ വല്ലതും ആണോ? അതൊന്നും അല്ലല്ലോ. ഒന്നാമത് താനും തന്നെപ്പോലുള്ള ചിലരും ചേർന്ന് ഈ കോളേജിനെ ഒരു യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുക. ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ താൻ. വന്നു കഴിഞ്ഞ് മിലേഷിനെ തല്ലി. താൻ തന്നെയാണ് അത് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. സാക്ഷികളില്ലാത്തതുകൊണ്ടും അവൻ നിൻ്റെ പേര് പറയാത്തത് കൊണ്ടും മാത്രമാണ് ഇപ്പോഴും നീ ഇവിടെ പഠിക്കുന്നത്. അന്ന് നീ അവനെ തല്ലി ചതച്ചിട്ടും പോയി. ഈ പെൺകുട്ടി വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അവനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ അവനിന്ന് ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. കൊലക്കുറ്റത്തിനകത്ത് കിടക്കായിരുന്നു. പ്രിൻസിപ്പലിൻ്റെ ഓരോ വാക്കുകളും കേട്ട് അവന് ദേഷ്യം വന്നു. അവൻ അയാളിലേക്കും അന്നയിലേക്കും രോക്ഷത്തോടെ നോക്കി. പക്ഷെ അവൻ്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റുമെന്നുള്ളതുകൊണ്ട് അവൻ മൗനം കൈവരിച്ചു. മാതാപിതാക്കളുടെ പണം കൊണ്ട് നിങ്ങൾ നെഗളിക്കാൻ നിന്നാലുണ്ടല്ലോ, നിങ്ങൾ ഓർക്കണം, പാവപ്പെട്ടവർക്ക് കൂടിയുള്ളതാ ഈ ഭൂമി. പണത്തിൻ്റെ പിൻബലത്തിൽ ഇവിടെ കിടന്ന് എന്തും കാണിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. ഒരൊറ്റൊരെണ്ണത്തിന് ഞാനിവിടെ തുടരാൻ സമ്മതിക്കില്ല. വേണ്ടാന്ന് വെക്കുമ്പോൾ നീയൊക്കെ... അദ്ദേഹം വാക്കുകൾ മുഴുമിപ്പിക്കാതെ അന്നയെ നോക്കി തുടർന്നു. നോക്കൂ അന്ന, താൻ കോളേജിലേക്ക് വന്നിട്ട് അധിക ദിവസമായിട്ടില്ല. നല്ല നിലവാരത്തിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് താൻ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങളിൽപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഭാവി കളയരുത്. തൻ്റെ ഭാഗം ന്യായീകരിക്കാനോ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാനോ അവൾ തയ്യാറായില്ല. അലീന, നിനക്ക് പോകാം. അലക്ഷ്യമായി തൊട്ടടുത്തുള്ള ജനാലയുടെ കർട്ടൻ കൈകളിലെടുത്ത് ചുരുട്ടിക്കൊണ്ടിരിക്കുന്ന അലീനയെ നോക്കി പ്രിൻസിപ്പൽ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി, ഇനി തനിക്കെതിരെ എന്തെങ്കിലും വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ച പിന്നെ താനിവിടെ തുടരാൻ സമ്മതിക്കില്ല ഞാൻ. കേട്ടല്ലോ പറഞ്ഞത്? അവൾ ഇനി ആവർത്തിക്കില്ല എന്ന ഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ ഫെലിക്സും അന്നയും മാത്രമായി. അന്ന, ഒരു കാര്യം ചെയ്യേ, ഫെലിക്സിനെതിരെ താൻ ഒരു കംപ്ലൈൻറ്റ് എഴുതിത്താ. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി ഇവൻ ഒരു പെൺകുട്ടിയുടെ മേത്തും കൈവെക്കരുത്. അതുപോലെ ഞാൻ ആക്കിത്തരാം. അയ്യർ സാർ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഫെലിക്സിനും അന്നയ്ക്കുമിടയിൽ കുറച്ച് അകലെ മാറി നിന്നു. ഫെലിക്സേ, തൽക്കാലത്തൊക്കെ അന്നയോട് മാപ്പ് പറഞ്ഞിട്ട് തനിക്ക് പോകാം. ഇനി ഇത്തരം ഒരു സംഭവം ഉണ്ടാകരുത്. കേട്ടല്ലോ പറഞ്ഞത്? കളിച്ച് പെൺകുട്ടികളുടെ നേർക്കായോ നീ? അയ്യർ സാറ് അതും പറഞ്ഞുകൊണ്ട് ഫെലിക്സിനെ ദേഷ്യത്തോടെ നോക്കി. അതൊന്നും വേണ്ട സാർ. അത്രയും നേരം മൗനമായി നിന്ന അന്ന അദ്ദേഹത്തിന് നേർക്ക് നോക്കി പറഞ്ഞു തുടങ്ങി. ഇന്നലെ നടന്ന ആ പ്രശ്നത്തിൻ്റെ പേരിൽ ആർക്കെതിരെയും എനിക്ക് പരാതിയൊന്നുമില്ല. എന്നോടാരും സോറി പറയുന്നും വേണ്ട. അലീന എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഞാൻ കൈയുയർത്തി അടിക്കാൻ പാടില്ലായിരുന്നു. അതെൻ്റെ തെറ്റാണ്. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചോളാം. എന്നെ ഇനി ഇതിൻ്റെ പേരിൽ ഉപദ്രവിക്കരുതെന്ന് ഇവരോട് സാറെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആർക്കും ഇതുവരെ ഒരു ശല്യത്തിനും പോയിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും സാർ. അന്നയുടെ വാക്കുകൾ ഉറച്ചതും പക്വത നിറഞ്ഞതുമായിരുന്നു. അവളുടെ ആ വാക്കുകൾ കേട്ട് അയ്യർ സാറിന് അവളോട് അഭിമാനം തോന്നി. അന്ന അത്രയും പറഞ്ഞുകൊണ്ട് ഫെലിക്സിന് നേരെ നോക്കി. ആ വാക്കുകൾ കേട്ടുനിന്ന ഫെലിക്സിന് അവളുടെ മുന്നിൽ താൻ ചെറുതായിപ്പോയി എന്ന് തോന്നലുളവാക്കി. അവളെ കൈനീട്ടി അടിക്കാൻ തോന്നിയ സാഹചര്യത്തെ അവൻ വെറുപ്പോടെ ഓർത്തു. അയ്യർ സാറിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവളൊരു നിലപാടുള്ള വ്യക്തിത്വമാണെന്ന് മനസ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങി ഉടൻ തന്നെ അവൾ പുറത്തേക്കിറങ്ങി. ഫെലിക്സ് ഒന്നും മിണ്ടാതെ അവൾ പോകുന്നത് നോക്കി നിന്നു. ക്ലാസ്സിൽ തിരിച്ചെത്തിയപ്പോൾ ഏമയോടും പ്രിയയോടും കാര്യങ്ങളൊക്കെ അന്ന വിശദീകരിച്ചു പറഞ്ഞു. പക്ഷെ അവൾ പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ വെച്ചെടുത്ത നിലപാടിനോട് അവർക്ക് എതിർപ്പായിരുന്നു. എങ്കിലും അന്ന അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അലീനയോടും ഫെലിക്സിനോടും അവർക്ക് അതിയായ വെറുപ്പ് അനുഭവപ്പെട്ടു. അയ്യർ സാറിൻ്റെ മുന്നിൽ നിന്നും ഇറങ്ങി വന്ന ഫെലിക്സിൻ്റെ മനസ്സും ആർത്തിരച്ചു വരുന്ന തിരമാല പോലെ അലയടിക്കുന്നുണ്ടായിരുന്നു. അന്നയ്ക്ക് മുന്നിൽ തീരെ ചെറുതായി പോയ പോലെ അവന് വീണ്ടും അനുഭവപ്പെട്ടു. ഇതുവരെ ആർക്കു മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും ഇപ്പോൾ അന്നയുടെ മുന്നിൽ. പക്ഷെ അവളുടെ മുഖം അവൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ തറഞ്ഞതുപോലെ അവൻ അനുഭവപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം അന്ന് നേരത്തെ തന്നെ അവർക്ക് ക്ലാസ് കഴിഞ്ഞു. ഹേമ പതിവില്ലാതെ അവളുടെ സ്കൂട്ടിയിലായിരുന്നു വന്നത്. അന്നയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയതിന് ശേഷം
ഹേമ അവളുടെ വണ്ടിയിൽ കയറി യാത്ര പറഞ്ഞു പോയി. ഓർഫനേജിലെത്തി കുറേ സമയത്തിന് ശേഷം അന്നയെ കാണാൻ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ അന്തേവാസിയും സഹായിയുമായ ലത ചേച്ചി അവളെ കൂട്ടിക്കൊണ്ട് പൂന്തോട്ടത്തിന് സമീപത്തുള്ള പുൽത്തകിടിയിലേക്ക് വന്നു. പൂക്കളും മരങ്ങളും നട്ടു വളർത്തിയ അതിമനോഹരമായൊരിടമാണത്. കുട്ടികൾക്ക് ഇരിക്കാനും കളിക്കാനുമൊക്കെ ആയിട്ടുള്ള പ്രത്യേകം സൗകര്യങ്ങളുണ്ട്. അവിടേക്കെത്തിയ അവളുടെ കൺമുന്നിൽ കണ്ട കാഴ്ച അവളിൽ നടുക്കം സൃഷ്ടിച്ചു. ഇരിക്കാനായി ഉറപ്പിച്ചിട്ടുള്ള നീണ്ട തടിക്കസേരയുടെ ഒന്നിൻ്റെ അറ്റത്തായി ഇരുന്ന് മറ്റു കുട്ടികൾക്ക് ബലൂണുകളും മിഠായികളും നൽകി അവരോടൊപ്പം കളിചിരിയിൽ ഏർപ്പെടുന്ന പ്രിയയും ഹേമയും. അന്നയെ കണ്ട അവരിൽ പ്രത്യേക ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അന്ന അവരിലേക്ക് ദയനീയമായി നോക്കി. ബാക്കിയുള്ള കളിപ്പാട്ടങ്ങളും മിഠായികളും കുട്ടികൾക്ക് നൽകി അവിടെ ദൂരെ അവരെ നോക്കി നിൽക്കുന്ന അന്നയ്ക്കരികിലേക്ക് ഹേമ നടന്നെടുത്തു. നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന അന്നയെ തൻ്റെ കൈകൾ ചേർത്ത് അരികിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഹേമ ഇറുകിപ്പുണർന്നു. പ്രിയയും അതിൽ പങ്കുചേർന്നു. അന്നയുടെ വിങ്ങലുകൾ അവരുടെ കണ്ണുകളെ നനയിച്ചു. അവിടെ വാക്കുകൾ കൊണ്ടൊന്നും പങ്കുവയ്ക്കാതെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയ നല്ല കൂട്ടുകാരികളായി മാറുകയായിരുന്നു അവർ. കഴിഞ്ഞ ദിവസം ക്യാൻറ്റീനിൽ വെച്ച് നടന്ന സംഭവങ്ങൾക്ക് ശേഷം ക്ലാസ്സിൽ കാണാതിരുന്ന അന്നയെ തിരക്കി കോളേജിന് പുറത്തു വന്ന ഹേമയും പ്രിയയും അവളെ പിന്തുടർന്നു. അങ്ങനെ ഓർഫനേജ് കണ്ടെത്തിയിരുന്നു. അന്നയുടെ കാര്യത്തിൽ അവരറിയാതെ മറ്റെന്തോ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. സത്യങ്ങൾ മനസ്സിലാക്കിയ അവർ അന്നയെ ഒരുപാട് സ്നേഹിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ജീവിതത്തിൽ കൂട്ടായി അവരും വന്നു ചേർന്നു. ദിവസങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ഹേമയുടെയും പ്രിയയുടെയും സ്വാധീനം അന്നയിൽ കോളേജ് ജീവിതം ആസ്വാദകരമാക്കാൻ തുടങ്ങി. അവളൊരു പൂമ്പാറ്റയെപ്പോലെ ആ ക്യാമ്പസിൽ പാറി നടന്നു. ക്ലാസ്സിലെല്ലാവർക്കും അവൾ പ്രിയങ്കരിയായി മാറി. പഠനത്തിൽ മികച്ച നിലവാരം അവൾ കാഴ്ചവെച്ചു. അലീനയുടെയും ഫെലിക്സിൻ്റെയും കൺമുന്നിൽ പെടാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. അലീന പലപ്പോഴും അവളെ ക്യാമ്പസിൽ വെച്ച് ഓരോരോ കാര്യങ്ങൾക്ക് പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോയി. ഹേമയും പ്രിയയും അവൾക്കെപ്പോഴും ഒരു കവചമായി നിലകൊണ്ടു. കോളേജിൻ്റെ പലയിടത്ത് വെച്ച് കണ്ടുമുട്ടിയ ഫെലിക്സിനെ വെറും അപരിചിത ഭാവത്തിൽ മാത്രമേ അവൾ നോക്കുമായിരുന്നുള്ളൂ. പക്ഷെ അവൻ അന്നയെ കാണുമ്പോൾ തൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടുന്നത് പോലെ തോന്നിത്തുടങ്ങി. ഒരു ദിവസം ലൈബ്രറിയിൽ നിന്നും താഴേക്കുള്ള പടവുകൾ ഇറങ്ങി വരുന്ന അന്നയെ അങ്ങ് ദൂരെ വാഗമരത്തിൻ്റെ കൽത്തട്ടിയിലിരുന്ന് കണ്ട ഫെലിക്സ് അവർക്കരികിലേക്ക് നടന്നു. അവളോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. പടവുകൾ ഇറങ്ങി അവൾ മുന്നോട്ട് നടക്കുമ്പോൾ അന്നയുടെ ഷാള് കുരുങ്ങി അവൾ വീഴാനായി പിന്നിലേക്ക് ആഞ്ഞുപോയി. എന്നാൽ അവൾക്ക് പിന്നാലെ വന്ന ഫെലിക്സ് അവൾ വീഴാതെ കൈകൾ കൊണ്ട് അവളെ വലയം ചെയ്ത് നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. താൻ വീണിട്ടില്ല എന്നും മറ്റാരുടെയോ ശരീരത്തിൽ സുരക്ഷിതമായി ചേർന്നു നിൽക്കുകയാണെന്നും അവൾ മനസ്സിലാക്കി. പെട്ടെന്ന് വന്ന ബോധത്തോടെ അയാളിലേക്ക് അവൾ മുഖമുയർത്തി നോക്കി. ഫെലിക്സിനെ തിരിച്ചറിഞ്ഞ അവൾ ഭയത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നീലക്കണ്ണുകൾ തിളങ്ങി. അവളുടെ ദേഹം വിറയ്ക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൾ അവനിൽ നിന്നും വേഗത്തിൽ അടർന്നു മാറി. സോറി, ഞാൻ അറിയാതെ. ഇടറിയ സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് ഷാള് വലിച്ചെടുത്തുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. ദൂരെ നിന്നും ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിന്ന അലീനയുടെ കണ്ണുകളിൽ അവളോടുള്ള പക കൂടുകയായിരുന്നു. ഒരിക്കൽ പ്രിയയുടെ കൂടെ അവളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കാനായി പോയ അന്ന അവളെയും നോക്കി ഓഫീസ് കെട്ടിടത്തിൻ്റെ വരാന്തയിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു നിമിഷം പാർക്കിങ്ങിലേക്ക് വേഗത്തിൽ കൊണ്ടു നിർത്തിയ കാറിലേക്ക് അന്നയുടെ ശ്രദ്ധ തിരിഞ്ഞു. മുന്നിലെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയ ശേഷം ഓഫീസിനെ ലക്ഷ്യമാക്കി നടന്നെടുക്കുന്ന സ്ത്രീയെ കണ്ട അന്നയുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവളുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. അമ്മ. മനസ്സിൽ തുളുമ്പിയ സന്തോഷം മുഖത്ത് വിടർത്തി അവൾ അവർക്കരികിലേക്ക് ഓടിയടുത്തു. തനിക്കരികിലേക്ക് ഓടിയടുക്കുന്ന അന്നയെ തിരിച്ചറിഞ്ഞ അവരിലും അതേ ഭാവമായിരുന്നു. അവർ വാത്സല്യത്തോടെ അവരുടെ ഇരു കൈകളും വിടർത്തി. അന്ന അവരിലേക്ക് ഓടിയടുത്തു. വാത്സല്യത്തോടെ നെറുകയിൽ ചുംബിച്ച് അവരവളെ തന്നിലേക്ക് ഇറുക്കി ചേർത്തു. വർഷങ്ങൾക്ക് മുന്നേ ഒരു 4 വയസ്സുകാരിയുടെ കൊഞ്ചൽ അന്നയെ പുണർന്നു നിൽക്കുമ്പോൾ
അവരുടെ കാതുകളിൽ വീണ്ടും വീണ്ടും ഒരു അശരീരി പോലെ മുഴങ്ങിക്കേട്ടു. അമലാമ്മ, ഇതാണോ എൻ്റെ അമ്മ? അപ്പുവിനോട് ഇനി മുതൽ അമ്മയെന്ന് വിളിച്ചോളാൻ പറഞ്ഞില്ലേ? ഞാനും കൂടി വിളിച്ചോട്ടെ അമ്മയെന്ന്. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.